പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക്, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് പാർട്ട് 5 സ്വാഗതം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ടോപ്പിക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം അല്ലേ. ആൾജിബ്രിക് ഫോം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ദെൻ ടേം ആണോ ചെക്കിങ്, അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് സീക്വൻസ് കണ്ടുപിടിക്കുക, പിന്നെ കുറച്ച് തിയറംസ്, കുറച്ച് പ്രൂവ് ദാറ്റ് പഠിച്ചു അല്ലേ. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AS 3 times the middle number. Sum of 5 consecutive terms of an AS 5 times the middle number. 7 consecutive terms of an AS 7 times the middle number. Then other case പഠിച്ചു. Then 3 consecutive terms of an AS middle number equal to half the sum of first and last. Then 4 consecutive terms sum of end terms equal to sum of middle terms. 6 consecutive terms first term 6th term, second term 5th term, third term 4th term, അവർ തമ്മിൽ റിലേഷൻസ് പഠിച്ചു. ഇതൊക്കെയാണ് ചെയ്തു വെച്ചത്. ഇനി കുറച്ച് പ്രോബ്ലംസും ഒരു ടോപ്പിക്കുമാണ് നമുക്ക് ഇനിയുള്ളത്. ദെൻ അടുത്ത 6th പാർട്ടോട് കൂടിയിട്ട് ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. എഴുതി വെക്കുക. പ്രോബ്ലം തന്നെയാണ്. Write the first 3 terms of each of the arithmetic sequences described below. Write the first 3 terms of each of the arithmetic sequences described below. Question A, first question ആണ്. First term 30, first term 30, comma, the sum of the first 3 terms 300. First term 30, the sum of the first 3 terms 300. Second question എഴുതുക. First term 30, the sum of the first 4 terms 300. Sum of the first 4 terms 300. Third question, first term 30, sum of first 5 terms is 300. Sum of first 5 terms is 300. Fourth question എഴുതുക. First term 30, sum of the first 6 terms is 300. Sum of the first 6 terms is 300. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ടേം 30 ആണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 300. അപ്പോൾ ഫസ്റ്റ് ടേം ഈക്വൽ ടു 30, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു 300. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു 300. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 3 times the middle number. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 3 ടേംസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസിൽ. ഫസ്റ്റ് ടേം 30 ആണ്. ദെൻ 3 ടേംസിൻ്റെ സമ്മ് 300 ആണ്. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സം ഓഫ് പറഞ്ഞാട്ടെ. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AS ഈക്വൽ ടു 3 times the middle number. അപ്പോൾ ഇവിടെ എന്ത് പറയാം? 3 into middle number ഈക്വൽ ടു 300. സമ്മ് തന്നിട്ടുണ്ട്, 300 ആണ്. മിഡിൽ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മിഡിൽ നമ്പർ ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 300. അപ്പോൾ മിഡിൽ നമ്പർ എത്ര? സെക്കൻഡ് ടേം ആണ് മിഡിൽ നമ്പർ വരിക അല്ലേ. അപ്പോൾ ഏതൊരു ഓഡ് നമ്പേഴ്സിന് കേസിൽ മിഡിൽ നമ്പർ ഉണ്ടാവുള്ളൂ. അപ്പോൾ മിഡിൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 ടേംസിൻ്റെ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 3 + 1/2, 4/2 സെക്കൻഡ് ടേം ആണ് മിഡിൽ ടേം. 5 ടേംസിൻ്റെ മിഡിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 5 + 1 6, 6/2 തേർഡ് ടേം ആണ് മിഡിൽ നമ്പർ. 7 ടേംസിൻ്റെ മിഡിൽ ചോദിച്ചാലോ 7 + 1 8, 8/2 ഫോർത്ത് ടേം ആണ് മിഡിൽ നമ്പർ. 11th ടേമിൻ്റെ മിഡിൽ ചോദിച്ചാൽ 11 + 1 12, 12/2 സിക്സ്ത് ടേം ഈസ് ദി മിഡിൽ നമ്പർ. ഓക്കെ.
അപ്പോൾ തേർഡ് 3 ടേംസ് മിഡിൽ നമ്പർ 3 ടൈംസ് മിഡിൽ നമ്പർ ഈക്വൽ ടു 300, മിഡിൽ നമ്പർ ഈക്വൽ ടു 300/3 100 ആണ് സെക്കൻഡ് ടേം. അപ്പോൾ 30 ദെൻ പ്ലസ് 70 ആണ് 100 പ്ലസ് 70 എത്ര വന്നു 170. അപ്പോൾ മിസ്സിംഗ് ടേംസ് 3 ടേംസ് കണ്ടുപിടിച്ചല്ലോ. 30, 100, 170. സം ഓഫ് 3 ടേംസ് ചെയ്ത് നോക്കൂ 300. സിമ്പിളാണ്. ഫസ്റ്റ് ടേം 30 ആണ്. അവർ അത് തന്നതാണ്, നിങ്ങളത് മാറ്റി കളിക്കാൻ പാടില്ല. ഫസ്റ്റ് ടേം ക്വസ്റ്റ്യനിൽ തന്നതാണ്. ആണ്ടോ? അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടേം ഓഫ് എൻ AS 30, then sum of 3 terms equal to 300, sum of 3 terms equal to 3 times the middle number, then middle number equal to പറഞ്ഞേ sum divided by number of terms. 300 divided by 3 എത്ര കിട്ടി മക്കളെ 100. 100 is the second term or second term is the middle term. then 100 കിട്ടി. 30 to 100ലേക്ക് എത്ര ഡിഫറൻസ് ഉണ്ട് 70 ഉണ്ട്. അപ്പോൾ 30 പ്ലസ് 70 100, 100 പ്ലസ് 70 170. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫസ്റ്റ് ടേം 30 ആണ്. ഓക്കെ, അവർ പറയുന്നു ഫസ്റ്റ് ടേം 30 ആണ്. പിന്നെ പറയുന്നു സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 300 ആണ്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്, സം ഓഫ് 4 ടേംസ് 300 ആണ്. ഫസ്റ്റ് ടേം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം 30, ബാക്കിയുള്ള 3 ടേംസ് അൺനോൺ, തന്നിട്ടില്ല അല്ലേ. സമ്മ് തന്നിട്ടുണ്ട് 300. നമ്മൾ 4 ടേംസിൻ്റെ ഒരു കേസ് പഠിച്ചിട്ടുണ്ടല്ലോ, പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു 4 ടേംസിൻ്റെ പ്രോപ്പർട്ടി? കണ്ണോർന്നുരുട്ടി നോക്കി മേലോട്ട് നോക്കി പറഞ്ഞാട്ടെ. എൻഡ് ടേംസ് ഈക്വൽ ടു മിഡിൽ ടേം, എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം, എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം. പറഞ്ഞാട്ടെ, എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം, സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം. അപ്പോൾ ഇവിടെ 300 ആണല്ലോ വരുന്നത്. 300നെ 2 പാർട്ടാക്കുക. 300/2 150 ആയിരിക്കും സം ഓഫ് എൻഡ് ടേം. സം ഓഫ് മിഡിൽ ടേം എന്തായിരിക്കും 150 ആയിരിക്കും. സം ഓഫ് എൻഡ് ടേം 150, സം ഓഫ് മിഡിൽ ടേം 150. എൻഡ് ടേമിൽ ഫസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ടേം 30 ആണ്. അപ്പോൾ ഇവിടെ സാധാരണ കോമൺ സെൻസിൽ ആലോചിച്ചാൽ പോരെ 120 ആയിരിക്കും എന്നുള്ളത്. 150 മൈനസ് 30 എത്രയാണ് 120 അല്ലേ. സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം, എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം, എൻഡ് ടേം ഈക്വൽ ടു മിഡിൽ ടേം. എൻഡ് ടേമിൻ്റെ സം എത്ര 150. അപ്പോൾ മിഡിൽ ടേമിൻ്റെ സമ്മോ കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിക്കാൻ പോകുന്നുള്ളൂ. മിഡിൽ ടേമിൻ്റെ സമ്മ അറിയാം 150 ആണ്, ടേംസ് കാണണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഫസ്റ്റ് ടേം 30 ആണ്. ഫോർത്ത് ടേം എത്ര കിട്ടി 120. എങ്ങനെ കിട്ടി 120? സം ഓഫ് എൻഡ് ടേം 150 ആണ്. 150 മൈനസ് 30 ചെയ്താൽ 120 കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് ടേം 30, x1 ഈക്വൽ ടു 30, x4 ആണ് 120 അല്ലേ. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫോമിലൂടെ തന്നെ ചെയ്ത് പഠിക്കുക. മെൻ്റൽ എബിലിറ്റി ചെയ്താൽ മതി, പക്ഷേ നമ്മളിത് ഐഡിയ മനസ്സിലാക്കണം. ഫസ്റ്റ് ടേം x1 30, x4 120. ദെൻ 2 ടേംസ് ആർ ഗിവൻ, ഫൈൻഡ് കോമൺ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു? ലാർജർ പൊസിഷൻ മൈനസ് സ്മോളർ പൊസിഷൻ. പറഞ്ഞാട്ടെ, ലാർജർ പൊസിഷൻ മൈനസ് സ്മോളർ പൊസിഷൻ. ഇതായിരുന്നാ ലാർജർ പൊസിഷൻ. ഇവിടെ ആരാ ലാർജർ പൊസിഷൻ? ഫോർത്ത് ടേം ഈസ് ദി ലാർജർ പൊസിഷൻ. ഫോർത്ത് നിന്ന് ഫസ്റ്റ് കുറയ്ക്കാൻ അറിയാത്തവരുണ്ട്. 3D. എത്ര വരിക 3D. ഫോർത്ത് മൈനസ് ഫസ്റ്റ് 3D ആണ്. 120 30 പോയാൽ എത്രയാണ് മക്കളെ എന്നറിയോ? 90 ആണ് മക്കളെ, 90. ദെൻ 3D ഈക്വൽ ടു 90, D ഈക്വൽ ടു 90/3 എത്ര കിട്ടി 30. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 30. അപ്പോൾ അടുത്ത എത്ര വരിക 30 + 30 60, 60 + 30 90. ചിലർ മെൻ്റൽ എബിലിറ്റിയിൽ ചെയ്യും കേട്ടോ, കോൺസെപ്റ്റ് മൈൻഡിൽ ചെയ്യും. ശരിയാണ്, കോൺസെപ്റ്റ് മൈൻഡിൽ ചെയ്താൽ ശരിയാണ്. പക്ഷേ കിട്ടുന്ന ഐഡിയ അറിഞ്ഞാലേ കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യം കോൺസെപ്റ്റ് ഉണ്ടാക്കരുത്, ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കോൺസെപ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയായല്ലോ.
ഫസ്റ്റ് ടേം 30, സം ഓഫ് 4 ടേംസ് 300. സം ഓഫ് 4 ടേംസിന് ആദ്യം നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചു വെച്ചത് കൊണ്ടാണ് ഇതിവിടെ ചെയ്യാൻ പറ്റുന്നത്. സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം, സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം, സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സം ഓഫ് എൻഡ് ടേം എത്ര? 150. സം ഓഫ് മിഡിൽ ടേം എത്ര? 150. അപ്പോൾ 30 ഓൾറെഡി ഉണ്ട്. ദെൻ 150 മൈനസ് 30, ലാസ്റ്റ് ടേം എത്ര കിട്ടി? 120. ഫസ്റ്റ് ടേം 30, ഫോർത്ത് ടേം 120. ദെൻ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. 3D ഈക്വൽ 90, D is equal 30. 3D ഈക്വൽ 90, D is equal 30. ദെൻ 30, 60, 90, 120. കറക്റ്റ് അല്ലോ? കറക്റ്റ്. ശ്രദ്ധിച്ചാൽ മതി, ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് ആ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഒരു തിയറം അല്ലെങ്കിൽ ഒരു പ്രൂഫ് എവിടെയെങ്കിലും ഒരു കേസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300. ഫസ്റ്റ് ടേം 30 ആണ് അല്ലേ? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, സം ഓഫ് 5 ടേംസ് 300 ആണെന്ന് പറയുന്നു. അവിടെ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ. സം ഓഫ് 5 ടേംസ് ഈക്വൽ ടു 5 ടൈംസ് ദി മിഡിൽ നമ്പർ. 5 ഇൻറ്റു മിഡിൽ നമ്പർ ഈക്വൽ ടു 300. 5 ടൈംസ് ദി മിഡിൽ നമ്പറാണ് സം ഓഫ് 5 ടേംസ്. അപ്പോൾ അതിൻ്റെ മിഡിൽ നമ്പർ എത്രയാണ് വരിക? 300 ഡിവൈഡഡ് ബൈ 5, 60 ആണ് മിഡിൽ നമ്പർ. എങ്ങനെയാണ് മിഡിൽ നമ്പർ കണ്ടുപിടിക്കുക? 5 ടേംസിൻ്റെ മിഡിൽ നോക്കുക. 1, 2, 3, 4, 5. അതിൻ്റെ മിഡിൽ ആരാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇങ്ങോട്ട് നോക്കിയാലോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. 5 + 1/2, 6/2. തേർഡ് ടേം ആണ് മിഡിൽ വരുന്നത്. അപ്പോൾ x3 = 60 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, സെക്കൻഡ് ഇല്ല, തേർഡ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച്, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്ക്, ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300. അവിടെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എന്താ ചെയ്തത്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈക്വൽ ടു 5 ടൈംസ് ദി മിഡിൽ നമ്പർ. 5 ടൈംസ് മിഡിൽ നമ്പർ ഈക്വൽ ടു 300. മിഡിൽ നമ്പർ ഈക്വൽ ടു 300/5, 60. ദെൻ x3 ആണ് മിഡിൽ നമ്പർ. 5ൻ്റെ മിഡിൽ ആരാണ്? തേർഡ് ടേം. 7ൻ്റെ മിഡിൽ ആരാണ്? ഫോർത്ത് ടേം. 9ൻ്റെ മിഡിൽ ആരാണ്? ഫിഫ്ത്ത് ടേം. 11ൻ്റെ മിഡിൽ ആരാണ്? സിക്സ്ത്ത് ടേം. മിഡിൽ കാണാൻ +1/2, +1/2, +1/2. അപ്പോൾ ചിലർ ചോദിക്കുക ഫോർത്തിൻ്റെ മിഡിൽ ഏതാ? 4 ടേംസിൻ്റെ മിഡിൽ ആരാന്ന് ചോദിച്ചാൽ റൈറ്റ് ആയിട്ട് കൊടുക്കണം. കാരണം 4ന് മിഡിലുണ്ടോ? ഈവൻ നമ്പർ ഓഫ് ടേംസിന് മിഡിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ തേർഡ് ടേം കിട്ടി 60. സം ഓഫ് 5 ടേംസ് 300, മിഡിൽ നമ്പർ ഈക്വൽ ടു 300/5, 60. ഇനി നമ്മൾ പഠിച്ചിട്ടില്ലേ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 കോൺസിക്യൂട്ടീവ് ടേംസിൽ ഇതിലെ മിസ്സിംഗ് നമ്പർ മിഡിലാണല്ലോ. എങ്ങനെയാണ് പഠിച്ചത്? സം ഓഫ് ഹാഫ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ്, ഹാഫ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ്. അപ്പോൾ എങ്ങനെ വരും? 30 + 60, 30 + 60/2. 30 + 60 എത്ര? 90. 90/2, 45. അപ്പോൾ സെക്കൻഡ് ടൈം അവിടെ എത്ര കിട്ടി? 45. അപ്പോൾ 30, 45, 60. കോമൺ ഡിഫറൻസ് എത്രയാണ്? 15 ആണ് വരുന്നത് അല്ലേ? 45 - 30, 15 ആണ്. ദെൻ 30 + 15, 45. 45 + 15, 60. 60 + 15, 75. 75 + 15, 90. കറക്റ്റായി കിട്ടിയല്ലോ. ഇതെല്ലാം കൂടി സം ചെയ്ത് നോക്കുന്നുണ്ട്. സം ചെയ്ത് നോക്കിയാലോ, സംശയമൊന്നുമില്ല. എന്താ കിട്ടുക? 300. മിഡിൽ ടേം എത്ര വരിക? 60. സെക്കൻഡ് ടേം കണ്ടുപിടിച്ചു. ഹാഫ് ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ്, ഫസ്റ്റും തേർഡും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് എടുത്താൽ മിഡിൽ കിട്ടി. പിന്നെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു, ആഡിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ സിമ്പിളാണല്ലോ. അപ്പോൾ 5 ടേംസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. 5 സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈക്വൽ ടു 5 ടൈംസ് ദി മിഡിൽ നമ്പർ. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു 3 ടൈംസ് ദി മിഡിൽ നമ്പർ. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. കിട്ടുന്നല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഇനിയൊരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 300. ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 300. അപ്പോൾ 6 ടേമിൻ്റെ സമ്മ് 300 ആണ്. നമുക്കറിയൂല എന്ത്, അതിന് മിഡിൽ നമ്പർ ഇല്ല, 6ന് മിഡിലില്ല. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. 30 ഡാഷ് ഡാഷ് ഡാഷ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത്ത്, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. പക്ഷേ നമ്മളതിനൊരു കേസ് പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഒരു കേസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. 6 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസിൽ വരുമ്പോൾ എന്താ പഠിച്ചത്? ഫസ്റ്റ് ടേം 6th ടേം, സെക്കൻഡ് ടേം 5th ടേം, തേർഡ് ടേം 4th ടേം. ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം 6th ടേം, സെക്കൻഡ് ടേം 5th ടേം, തേർഡ് ടേം 4th ടേം. അങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 300 ഡിവൈഡഡ് ബൈ 3 100 ആക്കി ഡിവൈഡ് ചെയ്തു. 3 പെയർസ് ആണ് മാറ്റുന്നത്. ഏതൊക്കെയാണ് 3 പെയർ? ഫസ്റ്റ് ടേം 6th ടേം, സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് 6th ടേം, ദെൻ സം ഓഫ് സെക്കൻഡ് ടേം ആൻഡ് 5th ടേം, അടുത്തതോ തേർഡ് ടേം 4th ടേം. ഈ 3 പെയേഴ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടി? 100 ആയിരിക്കും. സം ഓഫ് ഫസ്റ്റ് ആൻഡ് 6th ടേമിൻ്റെ സം എത്രയാണ്? 100. അപ്പോൾ 6th ടേം എത്ര വരിക? 100 മൈനസ് 30 എത്ര വന്നു? 70 എന്ന് കിട്ടി. 100 മൈനസ് 30 എത്ര വന്നു? 70 എന്ന് കിട്ടി അല്ലേ. 30 ആണ് ഫസ്റ്റ് ടേം, ദെൻ ലാസ്റ്റ് ടേം എത്ര കിട്ടി? 70. എങ്ങനെയാണ് കിട്ടുന്നത്? ദെൻ 6 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AS. ഫസ്റ്റ് ടേം 6th ടേം, സെക്കൻഡ് ടേം 5th ടേം, തേർഡ് ടേം 4th ടേം, ഫസ്റ്റ് ടേം 6th ടേം, സെക്കൻഡ് ടേം 5th ടേം, തേർഡ് ടേം 4th ടേം. 3 പെയറും ഈക്വലാണ്. 3 പെയർസ് ആർ ഈക്വൽ. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 3 ആണ്. 2 കൊണ്ടാണ് ചെയ്യേണ്ടത്. ഏതായിരുന്നു? 4 ടേംസ് വരുമ്പോഴാണ്. എൻഡ് ടേം മിഡിൽ ടേം, എൻഡ് ടേം മിഡിൽ. അപ്പോൾ 2 കൊണ്ട്. 6 ടേംസ് വരുമ്പോഴോ 3 കൊണ്ട്. അപ്പോൾ ചോദിക്കും സാർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലോ? അങ്ങനത്തെ ചോദിക്കൂല. 3 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പറോ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം 6th ടേം ആഡ് ചെയ്താൽ 100 വരണം. ദെൻ സെക്കൻഡ് ടേം 5th ടേം ആഡ് ചെയ്താൽ 100 വരണം. തേർഡ് ആൻഡ് ഫോർത്ത് ആഡ് ചെയ്താൽ 100 വരണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം 30, x1 ഈക്വൽ ടു 30. 6th ടേം എത്ര കിട്ടി? 70. x6 ഈക്വൽ ടു 70 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്കിതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 6th ടേം ഫസ്റ്റ് ടേം, 6th ടേം ഫസ്റ്റ് ടേം. എങ്ങനെ കാണാം? ലാർജർ പൊസിഷൻ മൈനസ് സ്മോളർ പൊസിഷൻ. 6th ടേം മൈനസ് ഫസ്റ്റ് ടേം. പറഞ്ഞാട്ടെ, 6th നിന്ന് ഫസ്റ്റ് പോയാൽ എത്ര മക്കളെ? 5D. 70 മൈനസ് 30 40. D is equal to 40 by 5 8. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 8 കിട്ടി. അടുത്ത എത്ര വരും? 38. അടുത്തത് 46. അടുത്തത് 54. അടുത്തത് 62. അടുത്തത് 62. ആഡിങ് 8 again and again. 30 70 100 വന്നു. 38ഉം 62ഉം 100 വന്നു. 46ഉം 54ഉം 100 വന്നു. 100 + 100 + 100 സമ്മ് 300 കിട്ടി. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി എല്ലാം ഇതിൽ ഈ 4 പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. 4 ടേംസിൻ്റെ സമ്മ്, 6 ടേംസിൻ്റെ സമ്മ്, 5 ടേംസിൻ്റെ സമ്മ്, 3 ടേംസിൻ്റെ സമ്സ് എല്ലാം ഇതിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ. 4 ടേംസിൻ്റെ കേസ്, 6 ടേംസിൻ്റെ കേസ്, 5 ടേംസിൻ്റെ കേസ്, 3 ടേംസിൻ്റെ കേസ്, എല്ലാ കേസും നമ്മൾ അറിഞ്ഞിരിക്കണം, അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ചെയ്തല്ലോ അല്ലേ. എല്ലാ പ്രോപ്പർട്ടിയും നമ്മളവിടെ അപ്ലൈ ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. ദി സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് എൻ AS 150. Sum of the first 5 terms of an AS 150. And the sum of the first 10 terms 550. 10 term in the sum of 550. Question A.
What is the third term of the arithmetic sequence? What is the third term of the arithmetic sequence? Second, what is the eighth term? Eighth term. Third, what are the first three terms of the arithmetic sequence? What are the first three terms of the arithmetic sequence? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 150 ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ഞാനത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്, മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് x3 x4 x5 x6 x7 x8 x9 x10 10 ടേമിൻ്റെ സമ്മ് 550 ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 150, സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് 550. 150 550 മാറിപ്പോയത് കേട്ടോ. ഇത് ഓഡ് നമ്പറിൻ്റെ സമ്മാണല്ലോ. 5 ടേമിൻ്റെ സമ്മ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 5 ടേംസിൻ്റെ സമ്മ് എന്താ വരിക? 5 ടൈംസ് ദി മിഡിൽ നമ്പർ. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ നമ്പർ ഈക്വൽ ടു 150. മിഡിൽ നമ്പർ ഈക്വൽ ടു 150 ബൈ 5 30. 5ൻ്റെ മിഡിൽ നമ്പർ ആരായിരിക്കും വരിക? 5 പ്ലസ് 1 6/2. തേർഡ് ടേം ഈക്വൽ ടു 30. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? തേർഡ് ടേം. ദാറ്റ് ഈസ് ദി തേർഡ് ടേം എന്നാണ് ചോദ്യം. അപ്പോൾ തേർഡ് ടേം ഈക്വൽ ടു 30. ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തത്? സം ഓഫ് 5 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ടൈംസ് ദി മിഡിൽ നമ്പർ. സം ഓഫ് 5 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ടൈംസ് ദി മിഡിൽ നമ്പർ. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ നമ്പർ ഈക്വൽ ടു 150. മിഡിൽ നമ്പർ ഈക്വൽ ടു 150 ബൈ 5 30. ദെൻ തേർഡ് ടേം ഈക്വൽ ടു 30. ഇനി 5 ടേമിൻ്റെ സമ്മ് 150 ആണ്. അപ്പം നെക്സ്റ്റ് 5 ടേമിൻ്റെ സമ്മ് എത്രയ്ക്കൂടെ വരിക? 550. 5 ടേമിൻ്റെ സമ്മ് 150 അല്ലേ? അടുത്ത 5 ടേമിൻ്റെ സമ്മ് എത്ര വരിക? ടോട്ടൽ 550. 550ന്ന് 150 സബ്ട്രാക്ട് ചെയ്താൽ 400 ആണ് വരിക. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് 5 ടേം സമ്മ് 150. ദെൻ നെക്സ്റ്റ് 5 ടേമിൻ്റെ സമ്മ് ടോട്ടൽ 10 ടേംസ് എത്രയാണ്? 550 ആണ്. 550യിൽ നിന്ന് 150 പോയാൽ 400 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് 5 ടേംസ് സമ്മ് എത്ര വന്ന്? 400. എങ്ങനെയാണ് മക്കളെ 400 കിട്ടിയത്? ടോട്ടൽ 10 ടേംസിൻ്റെ സമ്മ് 550. 10 എണ്ണത്തിൻ്റെത് 550. 5 എണ്ണം 150 ആണ്. അപ്പോൾ ബാക്കി 5 എണ്ണത്തിൻ്റെ സമ്മ് എത്രയായിരിക്കും? 550യിൽ നിന്ന് 150 പോയാൽ 400. ഇനി ഇതിൻ്റെ മിഡിൽ ആരാ നോക്ക്? ഈ നെക്സ്റ്റ് 5 ടേമിൻ്റെ മിഡിൽ ആരാ നോക്കുക? x6 x7 x8 അല്ലേ വരുന്നത്? 8 അല്ലേ വരുന്നത്? നോക്ക്, കണ്ട? ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ആയിട്ട് കണ്ടാൽ ഇവിടെ മിഡിൽ ആരാ വരുന്നത്? x8. അപ്പോൾ x8 എത്ര കിട്ടും? 400 ഡിവൈഡഡ് ബൈ 5 എത്ര വന്ന്? 80. ഈ 5 ടേമിൻ്റെ സമ്മ് എത്ര? 400. 400 ബൈ 5 മിഡിൽ ടേം ദാറ്റ് ഈസ് 80. x8 എത്ര കിട്ടി? 80 എന്ന് കിട്ടി. അപ്പോൾ ഒരു കോമൺ സെൻസിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് 5 ടേംസ് കിട്ടുന്നത് 150. മിഡിൽ നമ്പർ ഈക്വൽ ടു തേർഡ് ടേം 150 ഡിവൈഡഡ് ബൈ 5 30. ക്ലിയർ ദാറ്റ്, ക്ലിയർ കട്ട്. സെക്കൻഡ്, ഫസ്റ്റ് 10 ടേമിൻ്റെ സമ്മ് 550 ആണ്. ദെൻ നെക്സ്റ്റ് 5 ടേംസ് കാണാൻ വേണ്ടി നമ്മളെന്ത് ചെയ്തു? ഫസ്റ്റ് 5 ടേംസ് 150, അതിൽ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്തു. 550 മൈനസ് 150 ചെയ്താൽ 400. നെക്സ്റ്റ് 5 ടേംസ്, അതായത് 6th മുതൽ 10th വരെ വരുന്ന സമ്മ് എത്രയാണ്? 400. അപ്പോൾ 6th to 10th വരെ 5 ടേംസ് ആണുള്ളത്. 5 ടേംസിന് മിഡിലുണ്ട്. 5 ടേംസ് ആകുമ്പോൾ മിഡിലുണ്ട്. അപ്പോൾ അവിടെ വരുന്ന മിഡിൽ ആരാണ്? ഇവിടെ x8 ആണ് മിഡിൽ വരുന്നത് അല്ലേ? നോക്കൂ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം, അതിൽ വരുന്ന തേർഡ് ടേം ആരാണ്? x8 ആണ്. അപ്പോൾ x8 ഈക്വൽ ടു സമ്മ് 400 ഡിവൈഡഡ് ബൈ 5 80. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എത്ര കിട്ടി? x8 എത്ര വന്നു? 80 എന്ന് കിട്ടി.
ഈ ഒരു ചാർട്ട് തന്നെ ചെയ്താലും മതി കേട്ടോ. ഫസ്റ്റ് 5 ടേംസ് സമ്മ് 150, ദെൻ മിഡിൽ നമ്പർ 5 ഇൻറ്റു മിഡിൽ നമ്പർ ഈക്വൽ ടു 150, മിഡിൽ നമ്പർ ഈക്വൽ ടു 30, x3 ഈക്വൽ ടു 30 അവിടെ കിട്ടി ഫസ്റ്റ്. ദെൻ ഫസ്റ്റ് 10 ടേംസിൻ്റെ ചാർട്ട് വരയ്ക്കുക. ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ സമ്മ് 150 ആണ്. ദെൻ അടുത്ത നെക്സ്റ്റ് 5 ടേംസ് സമ്മ് 550 മൈനസ് 150 400. അതിൻ്റെ മിഡിൽ x8 ആണ്. ഇതിൽ കാണുമ്പോൾ നമുക്ക് മിഡിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. x8 ആണ്. 400/5 80 ആണ് അവിടുത്തെ x8 കിട്ടുന്നത്. അപ്പോൾ x3 30 എന്ന് കണ്ടുപിടിച്ചു, x8 80 എന്ന് കിട്ടി, 80. ഇനി ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. ലാർജർ പൊസിഷൻ മൈനസ് സ്മോളർ പൊസിഷൻ. ആരാ ലാർജർ പൊസിഷൻ മക്കളെ? 8th ടേം. 8th നിന്ന് 3rd പോയാൽ 5D 80 മൈനസ് 30 50 D is equal to 50/5 10. കോമൺ ഡിഫറൻസ് എത്ര വന്നു? 10. കോമൺ ഡിഫറൻസ് എത്ര വന്നു? 10 അല്ലേ? 10 കിട്ടിയല്ലോ, 10 കിട്ടി. ഇനി എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഫസ്റ്റ് 3 ടേംസാണ് കാണേണ്ടത്. x3 മൈനസ് 2D ഫസ്റ്റ് ടേം കാണാൻ x3 മൈനസ് 2D, തേർഡ് ടേം മൈനസ് 2D. x3 എത്രയാ? 30 മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു ഇതാണ് മൈനസ് 30 മൈനസ് 20 എത്ര വന്നു? 10. എത്ര വന്നു? 10. അപ്പോൾ ഫസ്റ്റ് ടേം 10 20 30 അല്ലേ, എക്സെട്രാ. 10 ടേം വേണമെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല. 40 50 60 70 80 90 100 1 2 3 4 5 6 7 8 9 10. 10 വരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് 3 ടേംസിനെ ചോദിച്ചിട്ടുള്ളൂ. ഞാനൊന്ന് ആയിട്ട് എഴുതി കളറാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നല്ലൊരു ക്വസ്റ്റ്യനാണിത്. ഇത് നല്ലൊരു ഐഡിയ ഉള്ള ക്വസ്റ്റ്യനാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരെണ്ണം കൂടി പറയാം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 150. എല്ലാവർക്കും അറിയാം 5 ടേമിൻ്റെ സമ്മ് 150. ദെൻ മിഡിൽ നമ്പർ ഈസ് ദി തേർഡ് ടേം ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 30. സംശയമില്ല, തർക്കമില്ല, ഒന്നുമില്ല. ക്ലിയർ ദാറ്റ്? ഓക്കെ. അടുത്ത സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് 550. അതേ സീക്വൻസിൻ്റെ 10 ടേമിൻ്റെ സമ്മ് 550 ആണ്. അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് എത്രയാണ്? 150. അത് മൈനസ് ചെയ്താൽ സെക്കൻഡ് 5 ടേമിൻ്റെ സമ്മ് കിട്ടും, അതാണ് 400. സെക്കൻഡ് 5 ടേം സമ്മ് എത്ര കിട്ടി? 400. 400 എന്ന് പറയുന്നത് നെക്സ്റ്റ്, അതായത് സെക്കൻഡ് 5 ടേംസിൻ്റെ സമ്മാണ്. അവിടെയും 5 ടേംസ് തന്നെയാണുള്ളത്, അതിന് മിഡിലുണ്ട്. അതിൻ്റെ മിഡിലാണ് ആര്? 8th ടേം. സെക്കൻഡ് 5 ടേംസിൻ്റെ മിഡിലാണ് ആര്? 8th ടേം വരുന്നത്. അല്ലാണ്ട് ടോട്ടലിൻ്റെ മിഡിലല്ല നോക്കേണ്ടത് കേട്ടോ. സെക്കൻഡ് 5 ടേംസിൻ്റെ മിഡിൽ കണ്ടില്ലേ ഞാൻ കൈ വെച്ചത്? ഇവിടുന്ന് അങ്ങോട്ടുള്ള 5 ടേം അതിൻ്റെ മിഡിലാണ് x8. 400/5 80 എന്ന് കിട്ടി. x3 30 ആണ്, x8 80 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനും കിട്ടി, സെക്കൻഡ് ക്വസ്റ്റ്യനും കിട്ടി. ഇനി ലാർജർ പൊസിഷൻ മൈനസ് സ്മോളർ പൊസിഷൻ. ലാർജർ പൊസിഷൻ മൈനസ് സ്മോളർ പൊസിഷൻ. 5D is equal to 50, D is equal to 10. ഫസ്റ്റ് ടേം ഈക്വൽ തേർഡ് ടേം മൈനസ് 2D. ഫസ്റ്റ് ടേം 10. സീക്വൻസ് എത്ര വേണമെങ്കിലും എഴുതാം, എത്ര നമ്പേഴ്സ് വേണമെങ്കിലും എഴുതാം. 10 എണ്ണം വേണേൽ 10 എണ്ണം എഴുതാം. ചോദിച്ചത് റൈറ്റ് 3 ടേംസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ലോജിക്കാണ്. ഈ സംസ് ആൻഡ് ടേംസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. സംസ് ആൻഡ് ടേംസ് സിമ്പിൾ ലോജിക്കാണ്. ഇതിൽ ആ ലോജിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി വെക്കുക. സംസ് ആൻഡ് ടേംസിൻ്റെ മെയിൻ പ്രോപ്പർട്ടി സം ഓഫ് 3 ടേംസ് 3 ടൈംസ് ദി മിഡിൽ നമ്പർ, സം ഓഫ് 5 ടേംസ് 5 ടൈംസ് ദി മിഡിൽ നമ്പർ, സം ഓഫ് 7 ടേംസ് 7 ടൈംസ് ദി മിഡിൽ നമ്പർ. ഇൻ എ 4 consecutive terms, sum of end term equal to sum of middle term. Then 6 consecutive term, first term, 6th term, second term, 5th term, third term, 4th term. That's equal ആണ്. Then 3 consecutive terms of NAS, middle number equal to half the sum of first and third. Sure question. എക്സാമിന് യൂണിറ്റ് ടെസ്റ്റിന് ഞാൻ ചോദിക്കും. അടുത്തത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്, ഇമ്പോർട്ടൻ്റ് പാർട്ട്. ഓൾജിബ്രിക് ഫോമിൻ്റെ കേസിനെ നമ്മൾ ബാക്ക് ബോൺ എന്നാണ് വിളിച്ചത്. ഇത് അതിനെക്കാട്ടും വലിയ പാർട്ട് എന്നാണ് പറയുക.
അല്ലേ? അപ്പോൾ ബാക്ക് ബോണിനെക്കാട്ടും വലിയ ഒരു 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 ടോപ്പിക്കായിട്ടാണ് ഇതിനെ കാണുന്നത്. സംസ് എന്നാണ് അതിൻ്റെ പേര്. സംസു അല്ല കേട്ടോ, സമൂസി അല്ല, സംസ്. സംസ്, SUMS, സംസ്. സൈഡിലിങ് എഴുതിക്കുക, സംസ്. അതായത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സംസ്. കുറേ ടേംസ് തന്നിട്ട് ഫൈൻഡ് 10 ടേംസ്, സം ഓഫ് 10 ടേംസ്, ഫൈൻഡ് സം ഓഫ് 100 ടേം, ഫൈൻഡ് സം ഓഫ് 50 ടേംസ്, ഫൈൻഡ് സം ഓഫ് 100, അങ്ങനെ സംസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് തുടങ്ങി ലാസ്റ്റ് സംസ് ആൻഡ് ടേംസ് വരെയാണ് എത്തിവെച്ചത്. സംസ് ആൻഡ് ടേംസ് അല്ലേ? What is meant by arithmetic sequence? Starting with a number, adding a fixed number again and again. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇക്വേഷൻസ് ഉണ്ടാക്കി, സീക്വൻസ് ഉണ്ടാക്കി, കാൽക്കുലേറ്റ് ചെയ്തു, അങ്ങനെ പോന്നു. പിന്നെ പൊസിഷൻ ആൻഡ് ടേംസ് കണ്ടുപിടിച്ചു, ടേംസ് മിസ്സിങ് ടേംസ് കാണാൻ പഠിച്ചു, നമ്പർ ചെക്കിങ് പഠിച്ചു, നമ്പർ ഓഫ് ടേംസ് പഠിച്ചു, ആൾജിബ്രിക് ഫോം പഠിച്ചു, nth ടേം പഠിച്ചു, an+b ഫോം പഠിച്ചു. ദെൻ സംസ് ആൻഡ് ടേംസിൻ്റെ പ്രൂവ് ദാറ്റ് ആപ്ലിക്കേഷൻ പഠിച്ചു. ഇങ്ങനെ നിൽക്കുക. 4 ടോപ്പിക്ക് ഫിനിഷ് ചെയ്ത് ഭംഗിയാക്കി വെച്ച് 5th എത്തി നിൽക്കുക. അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് മക്കളെ സംസ്. 4 കാറ്റഗറീസിൽ സംസ് ഉണ്ട്. 4 കാറ്റഗറീസിൽ ഫസ്റ്റ് വൺ, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഈവൺ നമ്പേഴ്സ്, സം ഓഫ് odd numbers, sum of arithmetic sequence. അങ്ങനെ 4 കേസാണ്. 3 കേസ് നമ്മൾക്കിപ്പം പഠിക്കാം. 4th കേസ് ലാസ്റ്റ് ടോപ്പിക്കിലായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് സംസിൻ്റെ കേസിൽ എഴുതി വെക്കുക, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അഡിങ് ചെയ്ത് വെക്കുക, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഒരു പോയിൻ്റ് എഴുതുക. The sum of any number of consecutive natural numbers, the sum of any number of consecutive natural numbers starting with 1, ONE1 is half the product of the last number and the next natural number, അതായത് 1 + 2 + 3 + 4 etc. n വരെ. ഏത് വരെയാണ് നമുക്കറിയില്ല. n വരെ സം ഈക്വൽ ടു half into n into n+1. ഇതാ ലാസ്റ്റ് നാച്ചുറൽ നമ്പർ n, നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ n+1, അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഹാഫ്, ഓർ n into n+1/2. ഇത് ബോക്സിലാക്കി വെക്കണം. അപ്പോൾ ഒന്ന് പറഞ്ഞാട്ടെ, സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1, 1 + 2 + 3 etc. n, സം is equal to half into n into n+1. എങ്ങനെയാണ് പറയുക? half n into n+1. പറഞ്ഞാട്ടെ, half n into n+1. Sum of consecutive natural numbers equal to half n into n+1. half n into n+1. ഇതിൻ്റെ ഒരു പുതിയൊരു വേർഷനാണ് n into n+1/2, n into n+1/2. വളരെ ഇമ്പോർട്ടൻ്റ്. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1, 1ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു നമ്പറിൽ എൻഡ് ചെയ്യുന്ന ഉറപ്പല്ല. അല്ലാണ്ട് ഫൈൻഡ് ദ സം ഓഫ് 1, 2, 3 etc. എന്നാരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമോ? എവിടെ എക്സെട്ര അവസാനിക്കുന്നത്? എവിടെയില്ല. അപ്പോൾ ഫൈൻഡ് ദി സം ഓഫ് 1, 2, 3 etc. 100. ഫൈൻഡ് ദി സം ഓഫ് 100 നാച്ചുറൽ നമ്പർ.
ഫൈൻഡ് ദി സം ഓഫ് 500 നാച്ചുറൽ നമ്പർ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. 2 എക്സാമ്പിൾ, ഓരോ സെക്ഷന് 2 എക്സാമ്പിൾ മതി. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ സം ഒന്ന് നോക്കുക. 1 2 3 4 എക്സെട്ര n. സം ഓഫ് നാച്ചുറൽ നമ്പർ ഈക്വൽ ടു ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. പറഞ്ഞേ, ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. പറഞ്ഞേ, ഹാഫ് n ഇൻറ്റു n പ്ലസ് 1, അല്ലെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഓക്കെ, ഒരു എക്സാമ്പിൾ. ഫൈൻഡ് ദി സം ഓഫ് 1 2 3 എക്സെട്ര 100. ഒരു ക്വസ്റ്റ്യനാ. ഫൈൻഡ് ദി സം ഓഫ് 1 2 3 എക്സെട്ര 100 വരെ സമ്മ്. കാൽക്കുലേറ്ററിനേക്കാൾ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ എങ്ങനെ വരണം? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ്, പിന്നെ പ്ലസ് ബട്ടൺ കാണൂല. ഇങ്ങനെ പ്ലസ് ഇട്ട് ഇങ്ങനെ പോവുകയല്ലേ. 100 വരെ പ്ലസ് ഇടണോ? അതിനെക്കാട്ടും വിത്തിൻ 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാം. ഫോർമുല എന്ന് പറഞ്ഞാട്ടെ, ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ 1 to 100 വരെ എത്ര ടേംസ് ഉണ്ടാവും? ഏതൊരു കോമൺ സെൻസിലുള്ള ആളോട് നമുക്ക് ചോദിച്ചാൽ അറിയാം 1 to 100 എത്ര ടേംസ് ഉണ്ടാവും? 100 ടേംസ് അല്ലേ. 1 to 50 ടേംസ്. 1 to 1000 ടേംസ്. 1 to 500 ടേംസ്. 1 to 200 ടേംസ്. കറക്റ്റ് ആണല്ലോ. അപ്പോൾ 1 to 100 ടേംസ് ഉണ്ടാവും. ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 100 പ്ലസ് 1. കണ്ടോ? ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 100 പ്ലസ് 1. അവിടെ കൊടുത്തു, എന്നിന് പ്ലേസിൽ 100 കൊടുത്തു. ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 100 പ്ലസ് 1. തമാശ കളിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 100 ടേംസ്. കട്ടു കട്ട് 100 എത്രയാ? 100നെ കട്ട് ചെയ്താൽ 50. എത്ര വരിക? 50. കട്ടു കട്ട് 100 50. 50 ഇൻറ്റു 100 പ്ലസ് 1 എത്രയാണ് മക്കളെ? 101. ചില വിദഗ്ധന്മാർ, വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, ഈ 100നെ എവിടെ വെക്കും? ഇതിൻ്റെ അകത്തുള്ള 100നെ പോയിട്ട് കട്ട് ചെയ്യും. ഒരൊറ്റടിയ അവിടെ. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് പോയിട്ട് കട്ട് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. അപ്പോൾ 50 ഇൻറ്റു 101. 5 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്താൽ 505, ഒരു 0 ഇട്ട് കൊടുത്താൽ 50. സം എത്രയാണ് വരുന്നത്? 100 ടേമിൻ്റെ സം എത്രയാണ് വരുന്നത്? 50. നിങ്ങൾക്ക് വേണൊരു പ്രൊജക്റ്റ് ഹോംവർക്ക് തരാം. 1 to 100 വരെ കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കാൻ എത്ര സമയം എടുക്കും നോക്കുക, ഈ ഇക്വേഷനിലൂടെ ചെയ്യാൻ എത്ര സമയം എടുക്കും നോക്കുക എന്നൊരു ടൈം ഡിസ്കഷൻ ക്ലാസ് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 100 ടേംസ്. ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. ഹാഫ് ഇൻറ്റു 100 ഇൻറ്റു 100 പ്ലസ് 1. 100 കട്ട് 2 കട്ട് 100 കട്ട് ചെയ്തു അല്ലേ. 50 ഇൻറ്റു 101. 50. ഓക്കെ, വെരി ഗുഡ്. ഇനി എക്സാമ്പിൾ 2 ആണ് ഞാൻ ചോദിക്കുന്നത്. ഫൈൻഡ് ദി സം ഓഫ്, ഇങ്ങനെയും ചോദിക്കുക. ഫൈൻഡ് ദി സം ഓഫ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 500. 500 വരെയോ? യെസ്, നോക്കാലോ. ഫോർമുല പറഞ്ഞോളൂ. ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. ഹൗ മെനി ടേംസ്? 1 to 500 ഹൗ മെനി ടേംസ്? 500 ടേംസ്. ഹാഫ് ഇൻറ്റു 500 പ്ലസ് 1. 500 എവിടെ കൊടുത്തു? എന്നിൻ്റെ പ്ലേസിൽ 500 കൊടുത്തു. കട്ട് 250. കട്ട് 250 ഇൻറ്റു 501. 500 പ്ലസ് 1 501. ഇനി അതൊന്ന് പ്രൊഡക്റ്റ് ചെയ്ത് നോക്കാമല്ലോ. 501ഉം 250യും പ്രൊഡക്റ്റ് ചെയ്യുക. 0 0 0 5 0 25 2 0 10 0 5 2 5 1 2 1 2 5 250. 1,25,250. 125 250.
ഇതാണ് സം ഓഫ് 500 ടേംസിൻ്റെ സം. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി അത് കാൽക്കുലേറ്റർ ചെയ്യണമെങ്കിലോ എത്ര സമയം എടുക്കും? 500 വരെ. അപ്പോൾ ഇത് അവിടെ ഒരൊറ്റ ഇമ്പോർട്ടൻ്റ് കേസേ ഉള്ളത്, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 അല്ലാതെ ഇങ്ങനെ വരുമ്പോൾ 2 3 4 വന്നാൽ ചെയ്യാൻ പറ്റില്ല, ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് 1 മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 തന്നെ സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. അടുത്ത എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 200 നാച്ചുറൽ നമ്പർ. അങ്ങനെയും വരും. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 200 നാച്ചുറൽ നമ്പർ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 200 നാച്ചുറൽ നമ്പർ. നോക്കാലോ. 200 നാച്ചുറൽ നമ്പറിന് ഫോർമുല എഴുതാം. ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. ഹാഫ് ഇൻറ്റു 200 പ്ലസ് 1. കട്ടു 100. എത്ര വന്നു? 100 ഇൻറ്റു 201. 201 00. അപ്പോൾ ശ്രദ്ധിക്കുക, നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. പറഞ്ഞേ, ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. അടുത്ത സൈഡിൽ എഴുതുക സം ഓഫ് ഈവൺ നമ്പേഴ്സ്. സം ഓഫ് ഈവൺ നമ്പേഴ്സ് എഴുതി വെക്കുക. സം ഓഫ് ഈവൺ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു, ഈവൺ നമ്പർ എങ്ങനെയാണ് വരിക? 2 + 4 + 6 + എക്സെട്ര 2n ആണ് വരിക. 2n. കാരണം എന്താ, ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് 2n ആയിരിക്കും. ഈവൺ നമ്പറിലല്ലേ ഈവൺ എൻഡ് ചെയ്യുക. എന്നിന് പകരം 2n എഴുതുക. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓർ n ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ഫോർമുലയാണ് സം ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് n ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു 2 + 4 + 6 എക്സെട്ര 2n. അതിൻ്റെ ഫോർമുലയാണ് n ഇൻറ്റു n പ്ലസ് 1. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എത്രയാണ്? n ഇൻറ്റു n പ്ലസ് 1. ബൈ 2 ഇല്ല കേട്ടോ, വെറുതെ അങ്ങ് ബൈ 2 പോകരുത്. അപ്പോൾ ഇനി എക്സാമ്പിൾ പറയാം. 2ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണേ. ഫൈൻഡ് ദി സം ഓഫ് 2 + 4 + 6 + എക്സെട്ര 200. 2 to 200 വരെ ഹൗ മെനി ഈവൺ നമ്പേഴ്സ്? സാർ 200. ഒരൊറ്റ അടിയായിട്ട് കൊടുക്കണം. കാരണം 200 ഈവൺ നമ്പേഴ്സ് ഉണ്ടാവും. അതിൽ 2 4 6 8 എക്സെട്ര എന്ന് പറയുമ്പോൾ 200 നമ്പേഴ്സ് ഉണ്ടാവും? ഇല്ല, അതിൻ്റെ ഹാഫ് അല്ലേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, 2n ആണ് 200. ലാസ്റ്റ് ടേം 2n ആണ്. n is equal to 200/200. അപ്പോൾ ലാസ്റ്റ് ടേമിൻ്റെ ഹാഫ് എടുത്താൽ മതി, നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ 2 4 എക്സെട്ര 500 ആണെങ്കിലോ 250 ഈവൺ നമ്പേഴ്സ്. 2 4 6 എക്സെട്ര 1000 ആണെങ്കിലോ 500 ഈവൺ നമ്പേഴ്സ്. 2 4 6 എക്സെട്ര 300 ആണെങ്കിലോ 150 ഈവൺ നമ്പേഴ്സ്. 2 4 6 എക്സെട്ര 400 200 ഈവൺ നമ്പേഴ്സ്. ഹാഫോ ഉണ്ടാവുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. ഇല്ല സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ 100 ഈവൺ നമ്പേഴ്സ്. n ഇൻറ്റു n പ്ലസ് 1. 100 ഇൻറ്റു 100 പ്ലസ് 1. 100 ഇൻറ്റു 101. 101 00. 10,100 കിട്ടി. സം ഓഫ് 2 4 6 എക്സെട്ര 200 വരെ. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പറിൻ്റെ സം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1. n എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹാഫ് ദി ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേമിൻ്റെ ഹാഫ്. ലാസ്റ്റ് ടേം ഈവൺ നമ്പർ ആയിരിക്കും, അതിൻ്റെ പകുതി എണ്ണമേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക. അല്ലാണ്ട് 2 4 6 എക്സെട്ര 100 എന്ന് പറഞ്ഞാൽ 100 നമ്പേഴ്സ് ഇല്ല, 50 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. കാരണം ഈവൺ നമ്പറാണ്, ഒരെണ്ണം ഗ്യാപ്പ് ഇട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാകുക. 2 പിന്നെ 3 ഇല്ല, 4 6 8 10 അങ്ങനെ 200 വരെ 100 നമ്പേഴ്സ്. 2 4 6 8000 വരെ 500 നമ്പേഴ്സ്. 2 4 6 250 വരെ 125 നമ്പർ അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ.
അടുത്തത് ഫൈൻഡ് ദി സം ഓഫ് 2, 4, 6 എക്സെട്ര 400. അപ്പോൾ നാച്ചുറൽ നമ്പർ നമ്മൾ പഠിച്ചു. ഈവൺ നമ്പറിൻ്റെ സം എന്തായിരുന്നു? ഈവൺ നമ്പറിൻ്റെ സം n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1 ആണ് ഈവൺ നമ്പർ. അപ്പോൾ ഈവൺ നമ്പറിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 400 ആണോ എടുക്കുക, 200 ആണോ എടുക്കുക? ചില ആൾക്കാർ വലിയ സ്റ്റാർ ആയിട്ട് 400 ഇൻറ്റു 400 പ്ലസ് 1 തകർത്ത് ചെയ്തിട്ട് തരിപ്പണാക്കി വെച്ചിട്ടുണ്ടാവും. ഷീറ്റിൽ 0 ആയിരിക്കും മാർക്ക്. എന്താ 400 നമ്പേഴ്സ് ഇല്ലാന്നേ? എത്ര ഉണ്ടാവുള്ളൂ? 200 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. അതായത് 2n ആണ് 400 എന്ന് പറയുന്നത്. അല്ല, ലാസ്റ്റ് ടേം കണ്ടില്ലേ? 2n ആണ്. n എത്ര വരിക? 400/2. 200 ആണ് മക്കളെ വരിക. 200 ഇൻറ്റു 200 പ്ലസ് 1. 200 ഇൻറ്റു 201. 201നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 20400. 40,200. 40,200 അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ലോജിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസാണ്. അടുത്തത് ഒരു എക്സാമ്പിളും കൂടി വേണം ചെയ്യാം. ഫൈൻഡ് ദി സം ഓഫ് 2, 4, 6 എക്സെട്ര 100 ടേംസ് വരെ ഈവൻ നമ്പേഴ്സ്. 2, 4, 6 എക്സെട്ര 100. ഹൗ മെനി ഈവൻ നമ്പേഴ്സ്? 50 ഈവൻ നമ്പേഴ്സ്. 50 ഇൻറ്റു 50 പ്ലസ് 1. 50 ഇൻറ്റു 51. 2550. 51നെ 5 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. 255. ഒരു 0 ഇട്ട് കൊടുക്കുക. 2550 കിട്ടിയല്ലോ. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിൻ്റെ സമ്മ് ഫോർമുല പഠിച്ചല്ലോ. എന്തായിരുന്നു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിൻ്റെ സമ്മ്? n ഇൻറ്റു n പ്ലസ് 1. നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് എന്തായിരുന്നു? ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. ഹാഫ് n ഇൻറ്റു n പ്ലസ് 1. ഇനി ലാസ്റ്റ് ടോപ്പിക്ക്, ലാസ്റ്റ് ഒരു കേസ് സൈഡിങ് ചെയ്ത സം ഓഫ് ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് എഴുതി വെക്കുക. സം ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പറിൻ്റെ സമ്മ് എങ്ങനെ നമുക്ക് എഴുതി വെക്കുക? അടിയിൽ എഴുതി വെക്കാം. സം ഓഫ് ദി ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു ഓഡ് നമ്പർ ഏതാണ്? 1, 3, 5 എക്സെട്ര. അതിൻ്റെ ലാസ്റ്റ് ടേം എന്താ വരിക? 2n മൈനസ് 1 എന്നാണ് വരിക അല്ലേ? 2n മൈനസ് 1 എങ്ങനെയാണ് കിട്ടുന്നത്? ഓൾജിബ്രിക് ഫോം എഴുതി നോക്കുക. dn പ്ലസ് എഫ് മൈനസ് ഡി. അതാണല്ലോ nth ടേം. ലാസ്റ്റ് ടേമിനെയാണ് nth ടേം എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2n. ഫസ്റ്റ് ടേം 1 മൈനസ് 2. 2n മൈനസ് 1 ആണ് വരിക. nth ടേം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം 2n മൈനസ് 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ 1, 3, 5 എക്സെട്ര 2n മൈനസ് 1. സം ഓഫ് n കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു, അതിൻ്റെ ഫോർമുല വളരെ വലുതാണ്, n സ്ക്വയർ. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n സ്ക്വയർ. നമ്പർ ഓഫ് ടേംസ് കണ്ടിട്ട് സ്ക്വയർ എടുക്കുക, അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് ടേംസ് കാണുക, സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നാച്ചുറൽ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പർ സീക്വൻസ് എങ്ങനെയാണ്? 1, 3, 5 എക്സെട്ര 2n മൈനസ് 1. ലാസ്റ്റ് ടേം, ഓഡ് നമ്പറിൻ്റെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ nth ടേം. nth ടേം എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് ഫോം. ഓൾജിബ്രിക് ഫോമാണ് 2n മൈനസ് 1. അത് സീക്വൻസിന് വേണ്ട ഒരു സാധനമാണ്, അതിന് വേണ്ടി എഴുതി വെച്ചെന്നേ ഉള്ളൂ. എങ്ങനെയാണ് സമ്മ്? n സ്ക്വയർ. സം ഓഫ് ഓഡ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈക്വൽ ടു ഓഡ് കോൺസിക്യൂട്ടീവ്, ഓഡ് വരണം, ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു n സ്ക്വയർ. ഇനി കാണാം, ഫൈൻഡ് ദി സം ഓഫ് 1 + 3 + 5 എക്സെട്ര 25. 1 + 3 + 5 എക്സെട്ര 25. 1 തന്നെ സ്റ്റാർട്ട് ചെയ്യണേ. എങ്ങനെയാണ് വരിക? ഹൗ മെനി ടേംസ്? 1, 3, 5, 25 വരെ എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ? 1, 3, 5, 7, 9, 11, 13, 15 അങ്ങനെ എണ്ണി വെക്കുക? അല്ല. അതിനാണ് ഞാൻ ഈ ഒരു കേസ് നോക്ക്. ലാസ്റ്റ് ടേം 2n മൈനസ് 1 ആണ് 25. 2n ഈക്വൽ ടു 25 പ്ലസ് 1, മൈനസ് 1 റൈറ്റോട്ട് പോയി. n ഇസ് ഈക്വൽ ടു 26/2, 13 ടേംസ് ആണ് n വരുന്നത്. n എത്രയാണ്? 13 ടേംസ്. അപ്പോൾ ഓഡ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ n കാൽക്കുലേറ്റ് ചെയ്യേണ്ട പരിപാടി എന്താണ്?
പ്ലസ് 1/2. 25 പ്ലസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1/2. അപ്പോൾ എത്ര കിട്ടി? 13 ടേംസ്. n is equal to 13, സം ഈക്വൽ ടു n സ്ക്വയർ. 13 സ്ക്വയർ എത്ര വന്നു? 169. 13 സ്ക്വയർ എത്രയാ? 169. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്നെ കണ്ടുപിടിക്കണം. എന്നെ കാണാനൊന്നുമില്ല മക്കളെ. ലാസ്റ്റ് ടേം ഓഡ് നമ്പർ ആയിരിക്കും വരിക. അതിനോട് പ്ലസ് 1 ചെയ്യാം, ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അത്രയേ ഉള്ളൂ. നോക്കൂ, 1, 3, 5 എക്സെട്രാ 75. അയ്യോ സാറേ 75 എങ്ങനെയാ സാർ? നമ്പർ ഓഫ് ടേംസ് ഒന്നുമില്ല. n is equal to 75നോട് 1 ആഡ് ചെയ്യുക, ബൈ 2 എടുക്കുക. 75 പ്ലസ് 1 എത്ര? 76/2 എത്ര വരിക? 38. 38ൻ്റെ സ്ക്വയർ എടുക്കുക. 38ൻ്റെ സ്ക്വയർ എത്രയാണ്? 1444. സ്ക്വയർ അറിയാത്തവർ മൾട്ടിപ്പിൾ ചെയ്യുക. 38 × 38 64, 6 24, 30 24, 2 9 11 4 അത്രയോ പണിയുള്ളൂ. എത്ര ഇവിടെ പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് കാണെങ്കിൽ +1/2 എന്ന് പറഞ്ഞാലും നിങ്ങൾ പോയിട്ട് നമ്പർ ഓഫ് ടേംസിന് 75 എന്ന് എടുക്കുക. എന്ത് പഠിച്ചു കഴിഞ്ഞാലും വിവരക്കേട് എഴുതി വെക്കുള്ളൂ. അതാണ് തരാറ്. പിന്നെയും പോയി എടുക്കും നമ്പർ n-ന് 75 × 75 സ്ക്വയർ എന്നൊക്കെ എഴുതി വെക്കും. 75 സ്ക്വയർ എന്താണത് പറയുന്നത്? ശ്രദ്ധിച്ചങ്ങോട്ട് കേക്ക്, എന്നിട്ട് ഇത് എഴുതി വെക്ക് കേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫൈൻഡ് ദി സം ഓഫ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. 1 + 3 + 5 എക്സെട്രാ 35. എത്ര ടേംസ് ഉണ്ടാവും നിങ്ങൾ തന്നെ പറയാം. n is equal to 35 + 1/2 36/2 എത്ര ഉണ്ട് മക്കളെ? n 18. n is equal to 18, സം is equal to n സ്ക്വയർ. 18ൻ്റെ സ്ക്വയർ 324. 18ൻ്റെ സ്ക്വയർ 324. ഇനി ഒന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ, 1 + 3 + 5 എക്സെട്രാ 45 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണോ? 45 ആണോ വരിക? അല്ല. ഒന്ന് ശ്രദ്ധിക്കും മക്കളെ. പറയൂ. 45 + 1/2 46/2 23. സാർ സം ഈക്വൽ ടു 23 സ്ക്വയർ. എത്ര? 23 സ്ക്വയർ 529. എത്ര? 23 സ്ക്വയർ 529. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തത് ബാലൻസ് പ്രോബ്ലംസ് ആണ്. ടോപ്പിക്ക് പഠിക്കുന്നതാണ് സംസ്. അതിൻ്റെ 3 സംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സം ഓഫ് നാച്ചുറൽ നമ്പർ ½ n × n + 1. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് n × n + 1. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് n സ്ക്വയർ. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 ½ n × n + 1. ഈവൻ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 2 n × n + 1. ഓഡ് നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 n സ്ക്വയർ. അപ്പോൾ എല്ലാത്തിലും n കാണാൻ അറിയാലോ. നാച്ചുറൽ നമ്പറിൽ നമ്പർ ഓഫ് ടേംസ് സിമ്പിളാണ്. ടോട്ടൽ നമ്പർ ലാസ്റ്റ് ടേം തന്നെയാണ് നമ്പർ ഓഫ് ടേംസ്. ഈവൻ നമ്പറിൽ ലാസ്റ്റ് ടേമിൻ്റെ ഹാഫ്. ഓഡ് നമ്പറിൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ +1/2. ലാസ്റ്റ് ടേമിനെ +1 ചെയ്യുക /2 എന്നിട്ട് സ്ക്വയറിങ് നടത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്, മെയിനായിട്ടുള്ളൊരു സാധനമാണ്. അടുത്തത് ഒരൊറ്റ ടോപ്പിക്കാണ് സംസ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ, അതായത് നാച്ചുറൽ നമ്പർ അല്ലാത്ത, കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ അല്ലാത്ത, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ അല്ലാത്ത എനി സീക്വൻസിൻ്റെ സം. അതാണ് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചു വച്ചിരിക്കുന്ന കേസ് മനസ്സിലാക്കി വെക്കുക, അത് വർക്കൗട്ട് ചെയ്യുക, നോട്ടിൽ എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് സെൽഫായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.